والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين പ്രിയപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകം കണ്ട ഏറ്റവും വലിയ കാരുണ്യവാനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മാതൃകാപരമായ പെരുമാറ്റത്തിലൂടെ ശത്രുക്കളുടെ പോലും മാനവും സ്നേഹവും പിടിച്ചുപറ്റിയ വ്യക്തിത്വത്തിന്റെ ഉടമ. ആ പ്രവാചകന്റെ ജീവിതം എല്ലാവർക്കും മാറുകയാണ്. അധ്യാപകനും വിദ്യാർത്ഥിക്കും, നേതാവിനും ഭരണാധികാരിക്കും സൈനിക മേധാവിക്കുമെല്ലാം മാതൃക. ആ ഹബീബിന്റെ ജീവിതം നൽകിയ സന്ദേശം സാർവകാലികവും സാർവലൗകികവുമാണ്. അവിടുത്തെ നിയോഗമനം ലോകത്തിന്റെ ആകമാന കാരുണ്യമാണ്. ലോകത്തിന് മുഴുവനും കാരുണ്യമായി കൊണ്ടല്ലാതെ താങ്കൾ നാം നിയോഗിച്ചിട്ടില്ല എന്ന് അല്ലാഹു തആല പറയുകയാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഹബീബിന്റെ ഉദാത്തമായ മാതൃകയുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും താങ്കൾക്ക് അല്ലാഹുവിന്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ ഒരു നേതാവിനെയും ഒരു മാതാവും പ്രസവിച്ചിട്ടില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല, ആരെയും വഞ്ചിച്ചിട്ടില്ല, കരാർ ലംഘനം നടത്തിയിട്ടില്ല, ജീവിതത്തിന്റെ ലക്ഷ്യം ഭൗതിക ലാഭമായി കണ്ടിട്ടില്ല. ഏത് വിഷയത്തിലും പരലോകം മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു പ്രവർത്തനം. ഐഹിക ജീവിതത്തിന് പ്രാധാന്യം നൽകുമ്പോഴാണ് മറ്റുള്ളവരെ പരാജയപ്പെടുത്തണമെന്നുള്ള ചിന്ത വരുന്നത്. ശക്തമായ ചൂടുള്ള സന്ദർഭത്തിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി അല്പസമയം മരത്തിന് കീഴിലെ തണലിൽ വിശ്രമിക്കാതിരിക്കുന്നത് പോലെ മാത്രമേ ഞാനും ഇഹലോകവും തമ്മിൽ ബന്ധമുള്ളൂ എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാശി, വൈരാഗ്യവും വെറുപ്പ്, കളവ്, കാപട്യം കടന്നു വരുന്നത്. അല്ലാത്ത പക്ഷം ഒരു വ്യക്തിയുടെ മനസ്സ് ശുദ്ധമായിരിക്കും. നിഷിദ്ധ മാർഗത്തിലൂടെ സമ്പാദിക്കുന്നതും ആർത്തി കൂടുന്നതും അത്യാഗ്രഹം ജനിക്കുന്നതുമെല്ലാം ഇഹലോകത്തെ പരലോകത്തെക്കാൾ വലുതായി കാണുമ്പോഴാണ്. ത്യാഗസമ്പൂർണമായ ജീവിതമായിരുന്നു ആ നബിയുടേത്. 40 വയസ്സിൽ ജബലിനൂറിലെ ഹിറാ ഗുഹയിൽ വെച്ച് ഇഖ്റാ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്നുള്ള ഖുർആന്റെ പഠനത്തോടെ അല്ലാഹു തആല പ്രവാചകനായി തിരഞ്ഞെടുത്തു. നബി തങ്ങൾ അനാഥനായി ജനിച്ചത് കൊണ്ട് തന്നെ അനാഥ മക്കളോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അനാഥ മക്കളുടെ മുന്നിൽ വെച്ച് ഒരു മക്കളെയും ഒരു മാതാപിതാക്കളും താലോലിക്കരുതെന്ന് പ്രഖ്യാപിച്ചു. മദീനയിലേക്ക് കടന്നു വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖാദിമായി സേവനം ചെയ്യുന്നത് കുട്ടിയായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയാണ്, നബി തങ്ങൾക്ക് ഞാൻ 10 വർഷമായി സേവനം ചെയ്തു. നബി തങ്ങൾ ഒരിക്കൽ പോലും എന്തിനാണ് അനസേ ഇങ്ങനെ ചെയ്തതെന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. ഇത്രയും പറഞ്ഞ് ഞാൻ ചെറിയ ദിവസം അവസാനിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.